ഹലോ ഫ്രണ്ട്സ്, ഇനി വരുന്ന LCU ഫിലിംസിൽ വിജയുടെ അപ്ഡേറ്റ് വന്ന കാര്യങ്ങൾ ശരിയാണോ അതോ ഫേക്ക് ആണോ? അത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ലിയോ കഴിഞ്ഞ് നെക്സ്റ്റ് LCU ഫിലിം കൈദി 2 ആണെന്ന് എല്ലാവർക്കും അറിയാം. ഇടയിലൊരു ഷോർട്ട് ഫിലിം ഉണ്ട്, എന്നാലും മൂവി വെച്ച് നോക്കുമ്പോൾ കൈദി 2 തന്നെയാണ്. വിജയ് പൊളിറ്റിക്കൽ എൻട്രി വേണ്ടി ബ്രേക്ക് എടുക്കുമ്പോൾ ഇനി LCU മൂവീസിലൊക്കെ എങ്ങനെ കൊണ്ടുവരുമെന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ കൈദി 2 ഷൂട്ടിംഗ് തുടങ്ങുന്നത് 2025ആണ്. വിജയ് ബ്രേക്ക് എടുക്കുന്നത് 2026ആണ്. അതുകൊണ്ട് കൈദി 2 ചെറിയ റെഫറൻസ് കൊടുക്കുന്നതിനുള്ള ടൈമുണ്ട്. അതുകൊണ്ട് ചെറിയ ചെറിയ ചാൻസുകൾ കാണുന്നുണ്ട്. പിന്നീട് വരുന്ന പടങ്ങളിലൊക്കെ ചാൻസ് കുറവാണ്. എന്നാൽ വിജയ് പാർട്ടി അനൗൺസ് ചെയ്ത ദിവസം തൊട്ടൊരു ന്യൂസ് പരക്കുന്നുണ്ട്. ഇനി വരുന്ന LCU ഫിലിമിന് വേണ്ടിയുള്ള വിജയുടെ റെഫറൻസ് സീനും ആയാലും ശരി, വോയിസ് ഓവറായാലും ശരി, ചില ഷോർട്ട് സീൻസ് ആയാലും ശരി, നേരത്തെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് റൂമേഴ്സൊക്കെ വന്നിരിക്കുന്നത്. പക്ഷെ ഇത് ഫേക്കാണോ ശരിയാണോ ചോദിച്ചാൽ, ഇത്രയും കാലം വെളിയിൽ കേൾക്കാത്ത ന്യൂസ് വിജയ് പാർട്ടി അനൗൺസ് ചെയ്ത ടൈമിൽ വരണമെങ്കിൽ ഒരു തട്ടിക്കൂട്ട് ന്യൂസ് ആകാൻ തന്നെയാണ് സാധ്യത. ചുമ്മാ ട്രെൻഡാക്കാൻ വേണ്ടി ഒരു ന്യൂസ്. ഇത് ഫേക്കാണെന്ന് ഏകദേശമൊക്കെ ഉറപ്പിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ ഒരു വെരി ഗുഡ് ന്യൂസ് തന്നെയാണ് ഇത്. കാരണം നേരത്തെ എടുത്തു വെച്ചെങ്കിൽ അത് നമുക്ക് വിജയണ്ണം ബ്രേക്ക് എടുക്കുമ്പോൾ LCU മൂവീസിലെ റെഫറൻസ് വെച്ചെങ്കിൽ നമുക്ക് സെലിബ്രേഷൻ ചെയ്യാൻ പറ്റും. തിയേറ്ററിൽ വിജയുടെ റെഫറൻസ് കാണാൻ പറ്റും. എന്നാലും ഈ ന്യൂസ് ഒന്നും ചെയ്ത് ട്രസ്റ്റ് ചെയ്യരുത്. അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.